നമുക്ക് ഇടയിൽ നമുക്ക് സ്വയം ചിലപ്പോൾ തോന്നുമാ നമ്മളൊക്കെ നല്ല മുഅ്മിനീങ്ങളാണ്, നമ്മളൊക്കെ നല്ല മുഅ്മിനീങ്ങളാണ്, നമ്മളിങ്ങനെ അങ്ങനെ മക്ബറ അങ്ങനെയുള്ള പൊക്കളൊന്നുമില്ല, അത്യാവശ്യം സ്വർഗത്തിന്റെ ഫിർദൗസ് പിടിക്കാൻ മാത്രമുള്ളതൊക്കെ നമ്മളെ കയ്യിലുണ്ട്, നമ്മളെ ശരിയായ മുസ്ലിം എന്നൊരു ധാരണ ഉണ്ടല്ലോ, ആ ധാരണ നമുക്ക് അപകടമാണ്. അത് പാടില്ല. അത് ഒരു തരം ശിർക്ക. അത് ഏത് ശിർക്കാന്നോ? സെൽഫിഷ. നമ്മൾ അപ്പന സ്വന്തത്തെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു എന്ന്, സ്വന്തം ഇച്ഛകളെ ദൈവങ്ങളാക്കിയവരെ കണ്ടിട്ടില്ലേ എന്ന്. അത് ഒരു ശിർക്ക. അള്ളാന്റെ റസൂലടക്കം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ത്യാഗോജ്ജലമായി ജീവിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞ ഷക്കൂറ എന്ന, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടെന്ന. അപ്പോഴും പ്രാർത്ഥനയാണ് റസൂല്, എന്ന്, ഈ മതത്തിൽ എന്നെ നിലനിർത്തണേ അല്ലാഹുവേ എന്ന്, എന്നെ ചാടിച്ചു കളയല്ലേ എന്ന്, എന്നെ ചാടിക്കല്ലേ എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എന്നെ നീ മുശ്രിക്കാക്കല്ലേ എന്ന്, എന്നെ നീ മുശ്രിക്കാക്കല്ലേ എന്ന്. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്. ഷിർക്കിനെ ആരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന് ചരിത്രം തുടങ്ങുന്നത് പോലും ചെറിയ ബാല്യം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ടീനേജ് പ്രായത്തിൽ അദ്ദേഹം തുടങ്ങിയ തൗഹീദിന്റെ വിപ്ലവം ഖുർആൻ ചർച്ചയ്ക്കെടുത്തു. എന്നിട്ട് ആ ഖുർആൻ അവസാനം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞാൻ ഖലീലാക്കി എന്ന്, അള്ളാഹുവിന് ചങ്ങാതി എന്ന് പറഞ്ഞൊരു പ്രയോഗം ഖുർആനിൽ കൊണ്ടുവന്നെങ്കിൽ ചെറിയ കാര്യമാണോ? സാധാരണ മനുഷ്യനാണോ ഉമ്മത്തൻ ഖാനിത എന്ന്? ഒറ്റയ്ക്കൊരു പട്ടാളം, ഒറ്റയ്ക്കൊരു ജനത എന്ന് പറയാവുന്ന വിധം ജീവിതത്തിൽ തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഇനി മുശ്രിക്കാക്കല്ലേ എന്ന്. അതാ ജീവിതം. അങ്ങനെ അവർ ജീവിച്ചത്. അല്ലാഹു റസൂലിന്റെ ജീവിതം കണ്ട സഹാബത്ത് പഠിച്ചത്, ഓരോ സഹാബാക്കളും ഞാൻ കപട വിശ്വാസിയായി പോകുമെന്ന് ഭയന്നുകൊണ്ടേയിരുന്നു. തന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് വരുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു, റിയാ വരുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു, നിഫാഖ് വരുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു, കുഫ്റായി പോകുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു. ആരും പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എത്രയോ സഹാബാക്കളെ കണ്ടിരിക്കുന്നു ഞാൻ. ഹസനുൽ ബസ്രി ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ മീകായിലിന്റെയും ജിബ്രീലിന്റെയും ഈമാനുള്ളവരാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ഉത്ബോധനം എന്നുള്ളത് അവരെ വിമർശിച്ചിട്ട് സായുജ്യം കൊള്ളാനുള്ളതല്ല. പുറത്തു നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടാത്തവർ, തൗഹീദിന് വിരുദ്ധമായി ജീവിക്കുന്നവർ, അവരെയൊക്കെ കൊഞ്ഞനം കുത്തിയിട്ട് നമുക്ക് ആശ്വസിക്കാനുള്ളതല്ല ഉത്ബോധനങ്ങൾ. നമ്മുടെ നെഞ്ചിലേക്ക് കൈകൾ ചൂണ്ടിയിട്ട് നമ്മുടെ തൗഹീദ് അവസാനം വരെ നെഞ്ചകത്തുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇത് വസ്സാബി മക്കളോട് ഉപദേശിച്ച സന്ദർഭം അറിയുമോ നിങ്ങൾക്ക്? എന്താ മക്കളോട് പറഞ്ഞത്? നിങ്ങൾ ആരും തന്നെ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കില്ല, എല്ലാത്ത മൂത്തുന്ന ഇല്ല വാന്തു മുസ്ലിമോൻ, മുസ്ലിമായിട്ടല്ലാതെ മക്കളെ നിങ്ങൾ മരിക്കല്ലേ എന്ന്. മുസ്ലിമായി ജീവിക്കുമ്പോഴും മുസ്ലിമായി മരിക്കുക എന്നുള്ളത് മഹാസൗഭാഗ്യമാണ്. അതിനുവേണ്ടി ജീവിതം നിങ്ങൾ ചിലവാക്കണമെന്ന്, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന്. അവസാനം മുഅ്മിനായും മുസ്ലിമായും മരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ പ്രയത്നിക്കുമ്പോൾ ഒപ്പം സഞ്ചരിക്കുന്നവർക്കുണ്ടാവുന്ന പിഴവുകൾ ചൂണ്ടിക്കാണിക്കാം മാന്യതയുടെ പേരിൽ. അത് പ്രബോധനമാണ്, അത് ദഅവത്താണ്, അത് വിമർശനമല്ല.